ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം. ഇത് മീൻ കറി വെച്ച ചട്ടിയാണ്. അപ്പോൾ ചട്ടിച്ചോറ് ൻ്റെ പുറപ്പാടല്ല, ഇത് കറിയുടെ ടേസ്റ്റ് കൊണ്ട് ഞാൻ ആ മീൻ കറി വെച്ച ചട്ടിയിലെ ചാറിൽ കുറച്ച് ചോറിട്ട് ഉണ്ണാനാണ് കേട്ടോ നോക്കുന്നത്. ചോറിന് നല്ല ചൂട്, അടിപൊളി ടേസ്റ്റാണത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചട്ടിയിൽ ചോറിട്ട് കഴിക്കാമെന്ന് വെച്ചത്. കാരണം ചാറ് കഴുകിക്കളയാൻ തോന്നണില്ല. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും രുചിയിൽ ഞാനിതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. മീൻ കറി ഭയങ്കര ടേസ്റ്റാണ്, നമുക്ക് എത്ര തിന്നാലും മതിയാവില്ല, അതുപോലെ അപാര രുചിയാണ്. അപ്പോൾ ഈ ഒരു മീൻ കറിയുടെ റെസിപ്പി, അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഊണ് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, ഞങ്ങളിവിടെ പറയുന്നത് പിലോപ്പി മീൻ എന്നാണ് കേട്ടോ. പല പല പേരുകളുണ്ടാവും, നിങ്ങൾ എന്ത് പേരാണ് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേരെ. അപ്പം നല്ല വലിയ പിലോപ്പി ആയിരുന്നു. അത് ഇതുപോലെ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് 1/4 സ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരല്പം വെളിച്ചെണ്ണയും കൂടിയും ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഈ പൊടികളൊക്കെ ഒന്ന് തിരുമ്മുക. അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് തിരുമ്മിയിട്ട് നമ്മൾ ഈ മീൻ കഷ്ണങ്ങൾ ഇതിൽ തിരുമ്മി ഈ മസാലയെല്ലാം പിടിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ചേർത്ത് ഇതൊന്ന് നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ച് വയ്ക്കാം. അപ്പോൾ പല രീതിയിൽ നമ്മൾ കറി ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇതുപോലെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി രുചിയാണ്. പിന്നെ നമ്മൾ മിക്കവാറും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതൊരു കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ചട്ടി ചൂടായിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ഈ മീൻ കഷ്ണങ്ങൾ നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ മീൻ വറുക്കാൻ വെച്ചത് ഒരു വശം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ മീൻ കഷ്ണങ്ങളും മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വെന്തു മൊരിഞ്ഞു, 2 വശവും മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങളെല്ലാം നമുക്ക് കോരി മാറ്റാം. ഇത്തിരി പണിപ്പെടണമെന്നുള്ളൂ, എളുപ്പമൊന്നും അല്ല ഉണ്ടാക്കാൻ, പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളെല്ലാം കോരി മാറ്റി. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഒരു 1/2 മുറി സവാള, അതായത് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് ഇതുപോലെ കുരുകുരുന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതൊന്ന് വഴന്നു തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചുവന്നുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 3 പച്ചമുളക് നെടുകെ കീറിയത് അത്രേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. നേരത്തെ നമ്മൾ വറുക്കാൻ മീനിൽ തേച്ച മുളക് പൊടിയേ ഉള്ളൂ. ഇപ്പോൾ 2 തണ്ട് വേപ്പില ഉതിർത്തി അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് ശരിക്കും ഒന്ന് വഴന്ന് വരട്ടെ. ഈ സമയത്ത് ഞാൻ ഒരു മിക്സിയുടെ ജാറിൽ ഒരു 2 പൂള് നല്ല പുളിയുള്ള മാങ്ങ, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അതായത് ആ മാങ്ങയ്ക്കും ഈ മസാലയ്ക്കും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഞാൻ ഈ മാങ്ങയിൽ ഇട്ട് ഒന്ന് അടിച്ചെടുത്തു. അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. മാങ്ങ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വഴറ്റാൻ ഉപയോഗിച്ചത് സവാള, ചുവന്നുള്ളി, പിന്നെ പച്ചമുളക്, വേപ്പില, മാങ്ങ അരച്ചത്, ഇഞ്ചി,
ആ മസാലയ്ക്ക് വേണ്ട ഉപ്പ്. അപ്പോൾ അതൊന്ന് പാകമാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം കേട്ടോ. ഇപ്പോൾ നമ്മൾ വഴറ്റിയത് പാകമായിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ കുറച്ച് തേങ്ങ അടിച്ച് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു ചട്ടി വെച്ചിട്ട് ആ ചട്ടിയിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ പുരട്ടി കൊടുക്കാം. എന്നിട്ട് ആ ചട്ടിയിലേക്ക് ഒരു വാഴയില ഇങ്ങനെ ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഈ വാഴയിലയിലേക്ക് നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കുന്ന മാങ്ങയും സവാളയും എല്ലാം ഉണ്ടല്ലോ, അത് ആ ഇതിലേക്ക് നിരത്തി കൊടുക്കുക. അപ്പോൾ ഈ വാഴയില വെച്ചിരിക്കുന്നത് വാഴയിലയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നല്ല അടിപൊളി സ്വാദാണ് ഈ വാഴയിലയുടെ ടേസ്റ്റും കൂടി ആ മീൻ പിടിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയെല്ലാം ആ മസാലയെല്ലാം നന്നായിട്ട് നിരത്തി കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ആ മീൻ കഷ്ണങ്ങൾ ഇതിൽ നിരത്തി വയ്ക്കാം. അപ്പോൾ ഈ വാഴയിലയുടെ സൈഡിലൂടെ താഴേക്ക് ചാറ് ഇറങ്ങിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു ടേസ്റ്റ് കിട്ടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ മീനെല്ലാം നമ്മൾ നിരത്തി വെച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മുറി തേങ്ങ മിക്സിയിൽ അടിച്ച് അതിൻ്റെ തൻപാൽ മാത്രം എടുത്തിട്ടുണ്ട്. ആ പാല് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഈ മീനിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ തൻപാൽ മാത്രം, കുറച്ച് വെള്ളം ചേർത്തേ പിഴിയാവൂ, നല്ല കട്ടി വേണം പാലിന്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേറൊരു വാഴയില കഷ്ണം കൊണ്ട് നമുക്കിതൊന്ന് അമർത്തി മൂടി വയ്ക്കാം, ഒട്ടും ആവി പുറത്തേക്ക് പോവാതെ. എന്നിട്ട് ഒരു മൂടി വെച്ചത് മൂടാം. അതിനുശേഷം ഒരു 5-6 മിനിറ്റ് ഒന്ന് ചെറുതീയിൽ ഒന്ന് തിള വരട്ടെ. അപ്പോൾ തിള വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഈ മീൻ കഷ്ണങ്ങൾ ഉടയാതെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ വാഴയില തുറക്കുമ്പോൾ ഉള്ളൊരു സുഗന്ധം ഉണ്ടല്ലോ, അപ്പോൾ തന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങും. അത്ര ടേസ്റ്റാണ് ഈ മീൻ കറിക്ക്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ഇതുപോലെ വേറെ നെയ്മീനോ അല്ലെങ്കിൽ കരിമീനോ അല്ലെങ്കിൽ എന്ത് മീനാണെങ്കിലും അപാര രുചിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഇപ്പം ഞാൻ എല്ലാ മീനും ഒന്ന് ആ ചാറിലേക്ക് മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരല്പനേരം കൂടി ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പാം. ഞാൻ വിളമ്പി കാണിച്ചു തരാം. അപ്പോൾ ഓരോ കഷ്ണങ്ങൾ ഇപ്പോൾ നമ്മൾ ആ കഷ്ണങ്ങൾ ഉടയാതെ കോരിയെടുക്കുക. അപ്പോൾ നമ്മൾ ഒഴിച്ച ആ തേങ്ങാപ്പാലെല്ലാം ഇതിലേക്ക് വറ്റി കുറുകിയിട്ടുണ്ട്. അപ്പോൾ ആ മാങ്ങയുടെ പുളിയും അതുപോലെ തന്നെ ആ മസാലയുടെ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും വേറെ വിഭവമായിട്ട് വരാം. താങ്ക് യു.